കൂട്ടായ്മയിൽ നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. ഇന്ന് ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ മാത്രം ആയി ഒതുക്കിക്കൂടേണ്ട സ്റ്റേ എനിക്ക് വന്നു. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ കൂടപ്പറപ്പുകളും എൻ്റെ സഹോദരന്മാരെന്ന് പറയാൻ എനിക്ക് നിങ്ങളാണ്. എൻ്റെ ഓരോ കൂട്ടായ്മയിലുള്ള മുഴുവൻ മെമ്പർമാരും എൻ്റെ സഹോദരന്മാരാണ്. എൻ്റെയാണതല്ല. ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ്. ഞാൻ അങ്ങനെ അവകാശപ്പെട്ടു പോവുകയാണ്. കാരണം എനിക്ക് കിട്ടിയ സന്തോഷം. ഇപ്പോൾ എൻ്റെ മക്കളുടെ കല്യാണ നിശ്ചയം ഞാൻ തൊടുപുഴയിൽ ഷെയർ ചെയ്തു. ഒരുപാട് ആളുകൾ വന്നു. ഒരുപാട് സഹോദരന്മാർ വന്നു. അവരെല്ലാം വന്ന് എൻ്റെ മകളുടെ കല്യാണം ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം അത് എങ്ങനെ പറയണം നിങ്ങളോടൊന്നും അറിയില്ല. അത്രമാത്രം സന്തോഷമായിരുന്നു എനിക്കുണ്ടായത്. കാരണം എനിക്ക് ആരുമില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. എന്നെ മാളോടാണ് ചേർത്ത് നിർത്തുവാനും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനും ഉണ്ടായത് സഹോദരന്മാരാണ്. ഞാൻ വീണ് കിടന്നപ്പോഴും ഞാൻ ബോധം തെളിഞ്ഞ് എന്നെ വീട്ടിൽ കൊടുന്ന് ഒരേ കിടപ്പ് കിടക്കുമ്പോഴും എല്ലാം എനിക്കുണ്ടായത് സഹോദരന്മാരാണ്. അവർ നല്ല വാക്ക് ദൈവത്തിൻ്റെ മെസ്സഞ്ചറിനെ വെക്കമേൽപ്പിച്ച് നടത്തും എന്ന് പറഞ്ഞ് ആസ്വദിപ്പിച്ചു. ആ ആശ്വാസം കറക്റ്റായിരുന്നു. എനിക്ക് 2 മാസത്തിനിപ്പുറം കൂട്ടായ്മയിൽ ഒരു ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ വണ്ടിക്കൂലിക്കുള്ള പൈസയ്ക്ക് പണിയാൻ, കുറച്ച് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ ഞാൻ ഓട്ടോറിക്ഷയിൽ വാക്കറുമായിട്ട് പോകാൻ വരെ എന്നെ ദൈവം അയച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എനിക്ക് കിടക്കാൻ വയ്യ, എനിക്ക് പോകണം, പോകണം എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, രമേശ ധൈര്യമായിട്ട് പോയിക്കോമാനെന്ന്. ഞാനിന്ന് ഒരു പടിയെ നടക്കുകയാണ്. വാക്കർ ഒഴിവായി ഒറ്റ പടിയെ നടക്കുകയാണ്. ഓട്ടോറിക്ഷ വിളിക്കുന്നു, രാവിലെ പോകുന്നു. ഓട്ടോറിക്ഷ കാശും എൻ്റെ ചായക്കാശും എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൾ എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, എനിക്ക് മരുന്ന് വാങ്ങി തരുന്നുണ്ട്. ഇതെല്ലാം ദൈവം തന്നതാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചതായി ഞാൻ കാണില്ലായിരുന്നു. എനിക്ക് ആക്സിഡൻറ്റ് പറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. മുമ്പ് ഞാൻ മരിച്ചു പോകുമെന്ന കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് ഞാൻ അത്രമാത്രം സ്നേഹിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഞാൻ കൂട്ടായ്മയിലേക്ക് വരുന്നത് പ്രാകൃതമായ മനുഷ്യനായിട്ടാണ്. അന്ന് മദ്യം കഴിച്ച് ലെവലില്ലാതെ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ കൂട്ടായ്മയിൽ വരുമ്പോൾ ചില സഹോദരന്മാർ ചിരിച്ചു. ചിലവർ പറഞ്ഞു, നാളെ രമേശൻ എന്ന് പറഞ്ഞ കഥാപാത്രം ആളൂർ നവചൈതന്യത്തിലേക്ക് വരില്ല എന്നും ചിലർ വരുമെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ രാവിലെ തന്നെ ഏറ്റു. അന്ന് രാവിലെ 2-3 പെഗ് ബ്രാൻഡി വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് ഞാൻ ഒരു മെമ്പറുടെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എത്രയും വേഗം പോകണമെന്ന്. ഏറ്റവും ആദ്യത്തെ രജിസ്ട്രേഷൻ എൻ്റെ ആയിരുന്നു, ആളൂർ. അതിനുശേഷം എനിക്ക് ഈ കൂട്ടായ്മയിലേക്ക് വരണം, എനിക്ക് ഈ മദ്യപാനിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയത് വാഴക്കുളത്തുള്ള ഒരു വാർഷികത്തിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു 3-ാം വർഷക്കാരനെ ടോക്കൺ അണിയാൻ എന്നെ വിളിച്ചു. ഇത് കൊള്ളാം, നല്ല പരിപാടിയാണ്. 400 ആളുകളുടെയും എനിക്ക് ആദ്യമായിട്ട് സീറ്റ് കിട്ടി. കസേരയിൽ സ്റ്റേജിൽ ഞാൻ ഷർട്ടിൻ്റെ കോളറൊക്കെ പുറകോട്ടേക്കിട്ട് ബാക്കി ആളുകളൊക്കെ നോക്കി. ഒരു സംഭവമാണ്, മഹാസംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് എന്നെ കൂട്ടായ്മയിൽ പിടിച്ചു നിൽക്കാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. പിന്നെ ഓരോ ദിവസങ്ങളിൽ കൂട്ടായ്മയെന്ന് എൻ്റെ സഹോദരന്മാർ പറഞ്ഞു തരുന്ന ഗുണകരമായ ഷെയറിങ്ങുകളും വാക്കുകളും വളരെ വളരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ ദൈവമേ എന്ന് വിളിക്കാനും ഇന്ന് എൻ്റെ ജീവിത രീതി, ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ഞാൻ നമ്മളെ പ്രാർത്ഥന ചൊല്ലി. ആ പ്രാർത്ഥന ചൊല്ലിയാൽ എനിക്ക് ഉന്മേഷമായി, എനിക്ക് ജീവിക്കാനുള്ള ഉണർവ്. ഞാൻ ഇറങ്ങുന്നു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തെ ഇന്നും ഞാൻ വളരെ വളരെ ബഹുമാനത്തോടെ ഞാൻ കാണുന്നുണ്ട്. ഇന്നും ഞാനൊരു ദിവസം ഒരുപാട് മദ്യപാനികൾ ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കുന്നു,
നീ ഉപദേശിയാണോ? പലതും അത് അസഭ്യ വാക്കുകൾ എന്ന് പറയാറുണ്ട്. അവരോട് ആരോടും ഞാൻ പ്രതിഷേധിക്കാറില്ല. കാരണം ഞാനൊരു മദ്യപാനി ആണ്. ഞാൻ മദ്യപാനിയാണ്. ഞാൻ ഈ 3 വർഷവും 11.5 മാസവുമായി മദ്യം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ ഓരോ ദിവസങ്ങളിൽ കുടിച്ചിട്ടില്ല. ദൈവം എന്നെ കുടിപ്പിച്ചിട്ടില്ല. എൻ്റെ സഹോദരന്മാർ എനിക്ക് പറഞ്ഞു തന്ന വാക്കുകൾ അനുസരിച്ചുകൊണ്ട് എനിക്ക് കുടിക്കേണ്ടത് വന്നില്ല. അതാണ് എൻ്റെ സത്യം. ഈ കേരളത്തിലെ സർവ്വ മദ്യപാനികൾക്കും കൂട്ടായ്മയിലുള്ളവർക്കും മദ്യം കഴിക്കാതെ നല്ല നല്ല ജീവിതം ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.